ബിഗ് ബോസ് അഗ്നിപരീക്ഷ എപ്പിസോഡ് 5 സീസൺ 1. പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും നടക്കില്ല. ഇന്നും പെൻഡന്റ് കൊടുത്തു, അവരെ പിടിച്ച് ക്യാപ്റ്റനാക്കി, അവരോട് 4 ടീമാവാൻ പറഞ്ഞു. അവർ 4 ടീമായി. എഗെയിൻ ഒരു ടാസ്ക് കൊടുക്കുന്നു, ആ ടാസ്ക് അവർ കളിക്കുന്നു. അതിൽ കുറച്ച് ആൾക്കാർ ഡേഞ്ചർ സോണിൽ പോകുന്നു, എലിമിനേറ്റ് ആവുന്നു, കഴിഞ്ഞു. ഒരേ ലൂപ്പ് റിപ്പീറ്റ്. എടീ ഞാൻ പറയട്ടെ, കുറച്ചും കൂടി ഒന്ന് എൻഗേജ്ഡ് ആവണമെങ്കിൽ ആദ്യം ഇതിൻ്റെ ജഡ്ജസ് ഈ ഷോവിനായിട്ട് എൻഗേജ്ഡ് ആണ്. അവരൊരുമാതിരി ഞങ്ങൾ മാടമ്പികളാണ്, ഞങ്ങൾ ഇവരെന്താ അറിയും, നല്ല കണ്ടസ്റ്റൻസിനെ പുറത്താക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ കൊണ്ടുവന്നതെന്ന് പോലെ ബിഗ് ബോസിന് അങ്ങോട്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ട് കാശും പിടിച്ച് വന്നിരിക്കണം പോലെ ഉണ്ട് ഇവരുടെ ചെയ്ത്ത് കണ്ടിട്ട് അല്ലേ. സത്യം, ബിഗ് ബോസിന് വേണ്ടി, ബിഗ് ബോസിന്റെ കാശ് കളയാൻ വേണ്ടി റിയാസൊക്കെ അതിനു വേണ്ടി പോകുന്നതെന്ന് തോന്നുന്നു. ഒരു പണി എടുക്കണില്ല. അല്ല, ആ ഇരുത്തവും കറങ്ങലും സൈഡ് ഇങ്ങനെ നോട്ടം അല്ലാതെ വേറൊരു സാധനം. ഇന്നാണ് ആ സീറ്റിൽ നിന്ന് നീച്ചത്. ഇതിലും നല്ല എന്താ പറയുക, ചില്ലുകൂട്ടിന് അത് ലിപ്സ്റ്റിക്കും കൊടുത്തിരുത്തായിരുന്നു ഷോ പീസായിട്ട്. അവിടെ ഇരുന്നോട്ടെ. അഖിൽമാരാര് മാത്രമാണ് വായോർന്ന് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുന്നത്. അതും ഇന്ന് സംസാരിച്ചാണെന്നുണ്ടെങ്കിൽ ലോക ഫ്ലോപ്പ്. ഗെയിം സ്ട്രാറ്റജി പറഞ്ഞു കൊടുത്തതാ, കോമഡിയായിരുന്നു. അപ്പം അങ്ങനെ ഇന്നത്തെ ഷോ തുടങ്ങി. സമാധാനമുണ്ട്. റെനീഷോയിലേക്ക് എനിക്കൊന്നും കാണിച്ചില്ല. ഇതിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, റെനീഷ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു. റെനീഷ ഇമ്പ്രൂവ് ആയി വരണം, നല്ലതാണ്. അപ്പോൾ നേരെ ഒരു എൻട്രി വന്നു. പിന്നെ ഒരു ഇന്നലെ മറ്റേ പെൻഡന്റ് കിട്ടിയ ആൾക്കാരെ വിളിച്ചു. ആൻഡ് അഗെയിൻ ടീം ഉണ്ടാക്കാനുള്ള സെയിം ലൂപ്പ് റിപ്പീറ്റ് ചെയ്തു. ടീം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ, ടീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. ഇവര് കുറെ അവരുടെ സ്ട്രോങ് തോന്നിയ കണ്ടസ്റ്റൻസിനൊക്കെ വിളിച്ച് അവർ ടീമാക്കുന്നു. ഫുഡ് കഴിക്കലാണ് ഇന്നത്തെ ടാസ്ക്. അതായത് വെറൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇന്നേ വരെ നമ്മൾ ബിഗ് ബോസിന്റെ ഹിസ്റ്ററിയിലെ കാണാത്ത സൂപ്പർ ടാസ്ക് ആണിത്. ടാസ്ക് പ്രശ്നമില്ല, ഓക്കെ. ടാസ്ക് ഇതിൽ ടഫാണോ ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ ടഫ് എന്നല്ല, ആ പ്രഷർ സിറ്റുവേഷനിൽ എല്ലാ ടാസ്കും കുറച്ച് ടഫായിട്ട് തോന്നും. പക്ഷെ കാണുന്ന പ്രേക്ഷകർക്കെങ്കിലും ഒരു മാറ്റം വേണ്ടേ ഇത് കാണുന്നതെന്ന് അല്ലേ. നിങ്ങൾ യു ഗോ ടു ദിസ് തമിഴ്, തെലുങ്ക്, എന്താ പറയാ, ഇവിടെ കണ്ടസ്റ്റൻസ് കുറച്ചൊന്ന് അഗ്രസീവ് ആയ അപ്പ ജഡ്ജസ് അവരെ പിടിച്ച് പുറത്താക്കും. ഷട്ടപ്പ് പറയാ, മിണ്ടാതിരുത്തിക്കും. ജഡ്ജസ് ഒട്ടും എന്തല്ല ഓക്കെ അല്ല, അങ്ങനത്തെ അഗ്രസീവ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനോടൊന്നും അവർ ഓക്കെ അല്ല. എന്നാ പിന്നെ മുനിമാരെ വിളിച്ചിട്ട് 4 പൊട്ടും തൊടിപ്പിച്ച് നേരെ ബിഗ് ബോസിന് അത് കയറ്റി വിട്ടാ പോര്. ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാം, അവിടെ പോയിട്ടാവുന്നത് എന്തോ, നിങ്ങളൊരു സെലക്ഷൻ ട്രയൽസ് തന്നെ നടത്തുന്നത്. ആ സെലക്ഷൻ ട്രയൽസിനകത്ത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ. ഇതെന്താ അറിയോ, ബിഗ് ബോസിന് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ അവരെ കാശും മേടിച്ച് ജഡ്ജായിരിക്കണ പോലെ ആക്റ്റീവ് ആയിട്ടുള്ളവരൊക്കെ പിടിച്ച് പുറത്താക്കി. പിന്നെ ഒട്ടിക്കത്തെ ഫേവറേറ്റിസം നല്ലോണം, അത് വേറെ ആൾക്കാരെ മാത്രം എടുത്ത് ഇതാക്കണ പോലെ. ഇതൊക്കെ ഇനി ബിഗ് ബോസ് ഡയറക്ടറുടെ വക ഉള്ളതാണോ എന്ന് ആർക്കറിയാം. അപ്പോൾ പരിപാടികൾ തുടങ്ങിയപ്പോൾ തന്നെ മറ്റേ ഫുഡ് കഴിക്കുന്ന സ്കീമായിരുന്നു. ആദ്യത്തെ 2 ടീമും അടിപൊളിയായിരുന്നു. എനിക്ക് അവരുടെ പെർഫോമൻസുകൾ കട്ടക്ക് തോന്നി അല്ലേ. നന്നായി പെർഫോം ചെയ്തിരുന്നു. അതും നമ്മളെ മറ്റേ ചങ്ങായിക്ക് അടിപൊളിയായിരുന്നു. ഫോർട്ട് കൊച്ചിക്കാരൻ രഞ്ജിത്ത് അല്ലേ, രാകേഷ്. ഇതെന്താ പറയുക, ഇവരെ പേരൊന്നും പഠിച്ചു വരാൻ, ചിലരുടെ പേരൊന്നും ഒട്ടും അറിയില്ല. ചിലരുടെ മുഖം പോലും നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ചിലരിത് മാത്രമേ നമുക്ക് രജിസ്റ്റർ ആവുന്നുള്ളൂ. 3-4 എപ്പിസോഡ് ആയതുകൊണ്ടായിരിക്കും. ഒരു 10-15 എപ്പിസോഡൊക്കെ ആകുമ്പോഴത്തേക്ക് ശരിയാവുമായിരിക്കും. എന്താണ് യക്കായിരുന്നു. യക്ക് ടാസ്കിൽ എല്ലാവരും ഉണ്ടാവും. ഇതിലാരും മോശം എല്ലാവരും. ഇത് 4 ടീമില് 4 ടീമും കട്ടയ്ക്ക് ആ സാധനം ചെയ്തു. കാരണം എന്താ പറയുക, ഇത് മുന്നേ കണ്ട് പരിചയമുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ട്, എക്സ്പ്രസ് ചെയ്യണം എന്നൊക്കെ അറിയാം. എല്ലാവരും ഓൾമോസ്റ്റ് ഇതിൽ പങ്കെടുത്ത ഓരോ പാർട്ടിസിപ്പന്റും വളരെ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ അവർ ആ സാധനം അവരുടേതായിട്ടുള്ള സ്ട്രാറ്റജി ഒക്കെ ഇട്ടിട്ട് അവരെന്ത് ചെയ്തു, അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ ഗ്രൂപ്പിനകത്ത് മറ്റേ ഇവന്റ് ടീം ജയിച്ച്. അഖിൽമാരാരെ ഫേവറേറ്റ് സജിനോ എന്താ മുടിയിളയക്കൻ ആ മുടിയിളയക്കനടി. അഖിൽമാരാരെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് മറ്റേ താഷിയല്ല, അഖിൽമാരാരെ മരം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞൂടെ അതന്നെ ഓന്റെ പേര്. പിന്നെ മുടിയുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറെ മുടിയുള്ള ആൾക്കാരൊക്കെ അല്ലേ. ഓ അങ്ങനെ. അപ്പൊ ആ ചങ്ങായി മുടി കെട്ടിയാള് ഇവന്റെ പേരെന്തായിരുന്നു, ഷിജുലാൽ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റിന്റെ ടീമാണ് ജയിച്ചിട്ടുള്ളത്. ആ ചങ്ങായി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ ടീം അല്ലേ,
അവര് മൊത്തത്തില് നല്ല ആക്റ്റീവ് അയാള് നല്ല ഓന് നല്ല ആക്റ്റീവാണ്. പിന്നെ അവര് ജയിക്കുമ്പോൾ അവര് നല്ല അതൊരു ഫയർ ഉണ്ടായിരുന്നു അവർക്ക്, അവരുടെ ടീമിനൊരു ഫയർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവര് ജയിച്ചത്. ഈ ഷിജിനല്ലേ ഇവന്റെ പേര്, ഷിജിനും രാകേഷും ഒക്കെ ഭയങ്കരതായിട്ട് ആ ടീം അടിപൊളിയായിരുന്നു. രാകേഷും ഈ ഷിജിന്നാ തോന്നുന്നു അവളുടെ പേര്. ഏത് മുടിയുള്ള ആള്? അതാ പച്ച ഷർട്ട് ഇട്ടത്. അത് ശരി. അപ്പൊ ഈ ഇത്രയും നേരം മുടിയുള്ളവന്റെ പേര് വേറെ അത് ഷിജുലാലേ, ഇത് വേറെ മറ്റേ ഷിജിൻ. അതിനകത്ത് നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഷിജിന്നാ തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഷിജുലാലിന്റെ ടീം ജയിച്ചു. അപ്പൊ അതിനിടയില് ഷിജുലാലിന്റെ തന്നെ എന്ത് പോയി, പെൻഡന്റ് പൊട്ടിപ്പോയി. പെൻഡന്റ് പൊട്ടിപ്പോയതോട് കൂടിയിട്ട് അതുമ്മ പിടിച്ചു നോക്കി. അത് അറിയാതെ കിട്ടിയതായിരുന്നു. അത് എങ്ങനെയോ പൊട്ടിപ്പോയി ആ സാധനം. അത് പൊട്ടിപ്പോയി. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇത് പൊട്ടിപ്പോണ പോലെ അങ്ങനെ ലോക്കൽ ക്വാളിറ്റി സാധനം കൊടുക്കും. എന്തായാലും ചെയിന് കൊടുക്കണം, അല്ല കട്ടിക്ക് ഒരു ചെയിന് കൊടുത്താൽ ഇത് പൊട്ടാമാവത്തിന് ഒരു ചെയിന് കൊടുക്കണം. അല്ല വേറെ ഒന്നും കണ്ടുപിടിക്കാനില്ല. ആ പെൻഡന്റ് പൊട്ടിയതാണ് കണ്ടുപിടിച്ചത്. എന്നിട്ട് ഒടുക്കത്തെ മറ്റേ ത്രട്ടനിങ്, അടുത്ത ഓട്ടോ അത് പൊട്ടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് പുറത്താക്കാൻ എന്തോ മറ്റേ കാരണം കിട്ടാൻ എന്തോ ആടെ. ഇങ്ങനെയൊക്കെയാണ് ഒരു കാരണം കണ്ടുപിടിക്കലും. ഇങ്ങനെയൊക്കെയാണ് ടാസ്ക് ഒക്കെ. മാല പൊട്ടിപ്പോയിനൊക്കെയാണ് ഔട്ടാക്കാൻ പ്ലാൻ ചെയ്യുക. അതെ, അതിനും വേണ്ടി നിൽക്കുന്നത്. അത് ഇവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫസ്റ്റത്തെ മാച്ച്. അതെ, അത് നല്ല അടിപൊളിയായിരുന്നു അല്ലേ, അടിപൊളിയായിരുന്നു. പിന്നെ അടുത്ത റൗണ്ട് വന്നപ്പോഴത്തേക്ക് അടുത്ത റൗണ്ട് ഒരു ഈവൻ ടൈ ബ്രേക്കറിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തത് അതില് ഈ മെന്റലിസ്റ്റിനെ ചുറ്റിപ്പറ്റിയിട്ട് ആദ്യം അതെന്ത് എവിഡന്റ് ആയിരുന്നു കേട്ടോ. അത് ഒരു ജഡ്ജസിന്റെ ഫൈൻഡിങ്സ് ഓക്കെ ആയിരുന്നു. കാരണം മെന്റലിസ്റ്റ് പിന്നെ കുറെ ഒക്കെ തമാശയായിരുന്നു. നിങ്ങൾ മെന്റലിസ്റ്റിനോട് ചോദിക്കുന്നു, മെന്റലിസ്റ്റ് കണ്ണിൽ നോക്കിയിട്ട് എമ്മാണോ എക്കാണോ എന്ന് കണ്ടുപിടിക്കുന്നു ഒക്കെ. അതേപോലെ അവർ 6-2 പിന്നെ അവർ 8-8 ഒപ്പം നിന്നു. അത് ഈ പറഞ്ഞ പോലെ ഒരു കാരണം എല്ലാരും നന്നായി പെർഫോം ചെയ്തു. ഒരാള് പോലും മുഖത്തൊരു ഭാവം വിട്ടുകൊടുക്കാതെ പെർഫോം ചെയ്തുകൊണ്ട് അതിനകത്ത് ഒരു ലക്ക് ഫാക്ടറും കൂടി ഉണ്ട് തോന്നുന്നു. പിന്നെ ഗസ് ചെയ്യാൻ അറിയുന്ന ആൾക്കാർ ചിലര് നന്നായിട്ട് ഗസ് ചെയ്ത് പിടിക്കും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ടാസ്കിൽ അവരും രണ്ട് ടീമും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ടൈ ബ്രേക്കർ എത്തി. ടൈ ബ്രേക്കറിൽ വൈശാഖ് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. പ്രണവും വൈശാഖും അല്ലേ അതില് പ്രണവ് ഈ പേരൊക്കെ മാറിപ്പോണ്ട് ഐറ്റങ്ങളത്. അപ്പൊ വൈശാഖിന്റെ പേര് എനിക്കറിയാം, എൽദോ, വൈശാഖ്, സ്റ്റിനിയ. എനിക്ക് കുറച്ച് പേരുകൾ അറിയാം, എനിക്ക് കുറച്ച് ആൾക്കാരെ അറിയാം. രാകേഷ്, ജെറ്റി, അങ്ങനെ കുറച്ച് ആൾക്കാരെ അറിയാം. പിന്നെന്താ മറ്റേന്താ അലക്സ്, സോന അലക്സ്, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ അറിയാം നമുക്ക്. ബാക്കിയുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ ഷാനൊക്കെ പിന്നെ പോയി. അപ്പൊ പിന്നെ ഇത് ആ ടാസ്കിനകത്ത് വൈശാഖ് ആ ഒരു റോപ്പ് ടൈ ചെയ്യുന്നത് ഫസ്റ്റത്തെ 2-3 നോട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് ഇതാക്കി. അതിനിടയിൽ അഖിൽമാരാരുടെ ബ്രില്യൻസിനെ കുറിച്ച് ഇന്ന് ആകെ പറയാനുള്ളത് മാത്രമാണ്. അഖിൽമാരാരുടെ ഒരു ബ്രില്യൻസ് പറഞ്ഞു കൊടുക്കലുണ്ടായിരുന്നു. എൻ്റെ പൊന്നോ എന്തെന്നായിരുന്നു അത്. ഞാൻ കുറച്ചേരം 2-3 വട്ടം റിപ്പീറ്റ് അടിച്ച് ബാക്ക് അടിച്ച് കണ്ട്. എക്ക് എന്നുള്ളത് ഒരേ റേഷ്യോയിൽ വെക്കില്ല എന്നുള്ളത് ഏതൊരു മനുഷ്യനും മനസ്സിലാക്കി കൂടെ. ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുന്ന കൂട്ടായ എന്നിട്ടല്ലേ ഇതിനകത്ത് ഇരുന്നിട്ട്, അല്ലെങ്കിലേ നമ്മളെ നാട്ടിൽ തയ്ച്ചോണ്ടിരിക്കുക. അതിനിടയിൽ എൻ്റെ കോറ്റുവായ എന്നിട്ട് അയ്യോ എനിക്കിപ്പോൾ എന്നോട് വല്ലതും പറയാൻ പേടിയാ. കാരണം വേറെ ഈ നായർ യൂണിയൻ എന്തോ കൊട്ടേഷൻ കൊടുത്തിക്കണമെന്നുണ്ട് ഇവിടെ. ഞാൻ ഇന്നലെ നോക്കുമ്പോണ്ട് വേറെ ഏതൊരു നായർ കയറി വീഡിയോ ഇട്ടിട്ട് കണ്ണടൊക്കെ വെച്ച് ഒരു നായർ കയറി എന്നിട്ട് എന്തൊക്കെയോ പറയണം. പൊന്നു നായർ ചേച്ചി അണക്കെന്തെങ്കിലും ഉണ്ട്, അല്ല അണക്കിന് എന്തെങ്കിലും ഒക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, 2 ദിവസം അന്നെ ഫ്രീ ആയിട്ട് തിന്നാൻ കൊടുത്ത് ചെലവിന് എന്റെ വീട്ടിൽ കൊണ്ടുവന്നിരുത്ത ഒന്നും കണ്ടിട്ട് എന്നിട്ട് ഉപദ്രവിക്കാണ് സായി. എന്റെ ദൈവമേ ഒന്നും പറയാൻ സമ്മതിക്കില്ല. പടച്ചോന്നറിയാം നിന്റെ അവസ്ഥ. കാരണം ഇവളോടൊന്നും പറയാം. ഇതെന്താ പറയാ, ഇത് ഞാൻ പഠിച്ചൊരു സൈക്കോളജി ഉണ്ട് ആൾക്കാരത്. ഇന്നെ നേരിട്ട് ചീത്ത പറയുന്നത് വേറെ ഒരു സാധനം, അതല്ലാതെ ഇന്നെ തളർത്താൻ വേണ്ടിട്ട് എന്നെ പൊക്കും. മനസ്സിലായോ? സ്നേഹ ഇത് എന്ന് പറഞ്ഞിട്ട് എന്ത് മണ്ടന്മാരടങ്ങുന്നത്. ഇവളെ സത്യം പറയാലോ, എനിക്ക് ഈ അഗ്നിപരീക്ഷയിൽ ഇന്നത്തെ ഈ എപ്പിസോഡിന്റെ റിവ്യൂടെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഒരു പുല്ലുമില്ല ഇതിനകത്ത്. സത്യം പറയട്ടെ, ഞാൻ ഈ അഗ്നിപരീക്ഷ കാണുന്നത് റിവ്യൂ ഇടാൻ വേണ്ടി മാത്രമാണ്. ഇവള് റിവ്യൂ ഇട്ടുമ്പോ ഇവക്ക് കുറച്ച് ലൈവ് ലൈറ്റിൽ നിൽക്കാം, അതിന് വേണ്ടിട്ട് എന്നിട്ട് അതിന്റെ ഇടയിൽ കമന്റ് വായിക്കണം. അതാണ് ഇവിടെ ആവശ്യം. ഇപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് സ്നേഹിച്ചേച്ചി അടിപൊളി സൂപ്പർ എന്ന് പറയുന്ന കമന്റ് ഇങ്ങനെ വായിച്ച് ഇങ്ങനെ പൊന്തി പോകും. പിന്നെ കുറച്ചുകൂടി ലിപ്സ്റ്റിക് ഇടും, അവിടെ ഇരിക്കും. ഇതാണ് പരിപാടി. അതിന് വേണ്ടിയിട്ട് എന്നെ പിടിച്ച് ഞാൻ സത്യം പറയാം ഈ അഗ്നിപരീക്ഷന്റെ റിവ്യൂ പറയാൻ ഒന്നുമില്ല, സെയിം ലൂപ്പ് റിപ്പീറ്റ്. ഇന്ന് ആകെ ഞാൻ കണ്ട ഒരൊറ്റ കാര്യം അഖിൽമാരാറിന്റെ ആ ഒരു ബ്ലണ്ടർ ആയിരുന്നു.
ആ പറഞ്ഞ ഒരു സാധനം ആ മറ്റേ ഇത് ഒരേ റേഷ്യോയിൽ വരുമ്പോ ഒരു ടീമിന് മാത്രം യക്ക് പറഞ്ഞു പോയാൽ പോലും അത് പറയാൻ പറ്റില്ല, ചിലപ്പോ അത് കിട്ടുക ചെയ്യും. എന്റെ പൊന്ന് സ്നേഹം ഗെയിം വെക്കുന്ന ബിഗ് ബോസിന്റെ ഗെയിം മേക്കേഴ്സ് മൂന്നെണ്ണം വെക്കില്ല അവര്, അത് തോന്നുന്നുണ്ട് ഒന്ന് മാത്രമായിട്ട് വെച്ച്. ശരി, ഒരു ടീം 3 വെച്ചു എന്ന് വിചാരിച്ചോ. 8 ഫുഡ് ഐറ്റംസ് വെച്ചിട്ട് 3 ഇതും 5 യക്കും 3 യമ്മും വെച്ചു. ഒരു ടീം യമ്മ് മാത്രം പറഞ്ഞ അപ്പുറത്തെ ടീം ജയിച്ചില്ലേ? അതിലെന്ത് ലോജിക്കാളെ? ഇനി അഖിൽ ബാലർ പറഞ്ഞത് എന്താ, അവസാനം 3 ജയിക്കാൻ വന്നു, നിങ്ങൾക്ക് 6 പോയിന്റ് ഉണ്ടല്ലോ, ഈ 3 ബാക്കിയുള്ളൂ. അപ്പൊ ഫ്രീ ഷോട്ട് പോലെ നിങ്ങൾ എന്ത് ചെയ്യും, യമ്മ് യക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഏതെങ്കിലും ഒരു 1-2 അതിൽ കിട്ടൂല, അതാണ് മുമ്പ് ഉദ്ദേശിച്ചത്. റേഷ്യോ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? മനസ്സിലായോ? അത് ഇത് കുരുട്ടുബുദ്ധി ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്തതാ. പക്ഷെ അത് അവര് കണ്ടസ്റ്റൻസ് ക്ലിയർ ചെയ്തു. അപ്പോ ഏത് സാറേ ഒരേ റേഷ്യോയിൽ ആയിരുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഇല്ലല്ലോ നിങ്ങൾ അപ്ലൈ ചെയ്തില്ല, ഇനി എന്നോട് പറയണ്ടെന്ന്. അപ്പൊ തെറ്റി, ആശ്വിനോട് തെറ്റിയ പോലെ തന്നെ ഇവിടെ തെറ്റി. മതി അതെ, അതേപോലെ ഇനി നിങ്ങൾ പറയണ്ട എന്ന് പറഞ്ഞു. അവരപ്പോ നിങ്ങളൊന്നും പറയരുത്, നിങ്ങൾ അപ്ലൈ ചെയ്തില്ലല്ലോ, ഇനി പറയേണ്ടത് അല്ല കോമഡിക്ക്. അങ്ങനെ അവർ അപ്ലൈ ചെയ്തില്ല, അത് അഖിലിന് പറയാലോ. പിന്നെന്തിനാ അത് പറഞ്ഞു കൊടുക്കാൻ പോയേ? പറഞ്ഞു കൊടുക്കാൻ ടാസ്കിനിടയിൽ പറഞ്ഞു കൊടുത്തുകൂടായിരുന്നില്ല? കഴിഞ്ഞോട്ട് അങ്ങനെ ചെയ്തിരുന്നല്ലോ, പ്രാവശ്യം ചെയ്ത് കൊടുക്കേ. പിന്നെ റിയാസിന്റെ വക ഒയ്യോ കൂറ ഷോ. റിയാസിന് ആ ഡസ്കി സ്കിൻ ആയിട്ടുള്ള ലേഡി, അതാണല്ലോ അവൻ പറയല്, ഡസ്കി സ്കിൻ. നമുക്കൊരാളെ സ്കിന്ന് നോക്കിയിട്ടും കളർ നോക്കിയിട്ടൊന്നും വേർതിരിവില്ല. പക്ഷെ മൂപ്പർക്ക് അതുണ്ട്, ബ്രൗൺ ഗേൾ അങ്ങനെയൊക്കെയാണ് മൂപ്പര് പറയല്. എന്നിട്ട് എന്തിനു വേണ്ടി സേവ് ചെയ്തത് എനിക്കറിയില്ല. ഈ ജെറ്റീനൊക്കെ എന്തിനാ സേവ് ചെയ്യണേ? സോന അലക്സ് എന്തിനാ സേവ് ചെയ്യണേ? എനിക്ക് ഒരു പിടുത്തമില്ല മോനെ. ആ മറ്റേ സ്റ്റിനിയനെ പിടിച്ച് പുറത്താക്കി. എന്താവശ്യത്തിനാ സ്റ്റിനിയനെ പിടിച്ച്? ഷാമോനെ ഓക്കെ, പിന്നെ പ്രണവ്, ഈ മെന്റലിസ്റ്റ് ഷാനു പോട്ടെ, ഷാനുവിനെ കൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നും കണ്ടിട്ടില്ല. എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇല്ല. മെന്റലിസ്റ്റും അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നു ആ ജെറ്റി നിൽക്കുന്ന സ്ഥലത്ത് മെന്റലിസ്റ്റ് നിൽക്കാം, സ്റ്റിനിയക്ക് മറ്റേ സോനാലക്സിന്റെ സ്ഥലത്ത് നിൽക്കാം. എന്തിനു നിങ്ങൾ സേവ് ചെയ്തത്? ഒരു പിടുത്തം എനിക്ക് കിട്ടിയിട്ടില്ല. വേറെന്തായിരുന്നു ആ മറ്റേ റിയാസ് സേവ് ചെയ്ത എനിക്കറിയാൻ പാടില്ല. ഞാൻ അതിനെ എവിടെ കാണല്? നമ്മളതിനെ ഏത് ടാസ്കിന്റെ ഇടയിലെ വരെയൊക്കെ ഉണ്ട്. ഇന്ന് ഫുഡ് കഴിക്കുമ്പോ പോലും അതിന്റെ മുടി കൊണ്ടൊന്നും കാണാൻ ലാസ്റ്റ് ഇങ്ങനെ കെട്ടിക്കൊടുത്തു ബാക്കി. എന്തോന്നാണ് ഇത്? നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് തൊരപ്പമണി വെക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങളെ പിടിച്ച് ജഡ്ജാക്കി? അറിയാൻ പാടില്ല ഉണ്ട് നേരെ ഇവള് ഡയറക്ടർ അല്ല. പിന്നെ ഇവര് പറഞ്ഞ പിന്നെ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? പിന്നെ ഇവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ പിന്നെ എടുക്കുക. എടി അതിനല്ലേ ജഡ്ജസ് ആയിട്ട് അവിടെ കൊണ്ടിരുത്തിയേ. ചിലപ്പോ ഫേവറേറ്റ് ഇത് ബിഗ് ബോസിന്റെ ടീം പറഞ്ഞാൽ നമുക്ക് തന്നെ പറയാൻ പറ്റും. ഇവര് ഇഷ്ടത്തിന് ഇത് കൊറേ അറിയാം. എടി ഡയറക്ടർ കൊള്ളോണ്ടല്ല പറഞ്ഞത്, ജഡ്ജസ് പറഞ്ഞ സ്ഥലത്ത് ജഡ്ജസ് ആണ് ഇത് കാണിക്കുന്നത്. ഫൈനൽ തീരുമാനം ജഡ്ജസിന്റെ ആയിരിക്കും. അതെല്ലാം അവരുടെ കാശും മേടിച്ച് അവിടെ കൊണ്ടു വോട്ട് ഇട്ടിരുത്തിയത്. അപ്പൊ അവര് ചെയ്തായിരിക്കും. യു ഡോണ്ട് തിങ്ക് സോ. അല്ല ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ. അല്ല ഈ ഷോ മേക്കേഴ്സിന് എന്താ വേണ്ടേ? അല്ല അവർക്ക് നല്ല പൂജേനെ പുറത്താക്കണ്, ഇവരെ ഈ സിനിയനെ പുറത്താക്കണ്, അങ്ങനെ കുറെ ആൾക്കാരെ പിടിച്ച് പുറത്താക്കുമ്പോ ഷോ മേക്കേഴ്സ് ഓബിയസ്ലി എന്താ ചെയ്യാ? അവർക്ക് നല്ല കണ്ടസ്റ്റന്റ് ഉണ്ടെങ്കിൽ, എൻഗേജിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഷോ ഒന്നുകൂടി അടിപൊളിയാവും. അപ്പൊ ഇവര് പുറത്തു പോകാൻ സമ്മതിക്കുവോ? ഇല്ലല്ലോ, ഇല്ല. അപ്പൊ ഇത് ഇവരെ പരിപാടിയാണേ. ഇവരെ ഈഗോ, ഇവര് ഫേവറേറ്റീസ് ആണത്. അല്ല ഞാൻ പറയുന്നത് ഇത് ഇവരെ സീനാ, അല്ലാതെ ഡയറക്ടർ ഷോ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഫൈനലി ഫൈനലി നാട്ടുകാരല്ലേ ഇതിന് വോട്ട് വരൂല്ലോ. പക്ഷെ അതുവരൊന്നും കൊണ്ടുപോകില്ല. അത് ലാസ്റ്റ് വോട്ട് ചെയ്യാൻ നേരത്തെ നാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഏതെങ്കിലും നാലെണ്ണത്തിന് പിടിച്ച് നിർത്തി മിക്കവാറും. നല്ല ആൾക്കാരൊക്കെ തട്ടിയിട്ട് ലാസ്റ്റ് വോട്ട് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന 10-11 ആൾക്കാർ നമുക്ക് കണ്ടറിയണം. ആക്റ്റീവായവരോട് മിണ്ടായിരിക്കാൻ പറയാ, നിങ്ങളെ പുറത്താക്കുക, ഇതൊക്കെയാണ് പരിപാടി. എന്തോ മാസ് പോലെ. സത്യത്തിൽ ആ പൂജനെ പുറത്താക്കിയത് എനിക്ക് ഇപ്പോഴും ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലാവണില്ല. എന്തിന്റെ ലോജിക്കിന് മുകളിലാണ്? ഇന്നത്തെ എവിക്ഷനും സെയിം, ഒരാവശ്യവും. ഇനി മറ്റേ ഞാൻ ഇങ്ങനെ കണ്ടസ്റ്റൻസിനെ സേവ് ചെയ്ത് കൊണ്ടുപോയണ്ടല്ലോ ഒരു കാര്യം ഉണ്ടല്ലോ. ഉള്ള കാര്യം പറയാം, ഇത് ലാസ്റ്റ് ഒക്കെ എത്തുമ്പോഴത്തേക്ക് ഒരു അല്ലെങ്കിലേ വെറുത്തു തുടങ്ങിയിട്ടുണ്ട്. സത്യമാണ്, നല്ല ബോറാണ്.
എന്തെങ്കിലും ഒരു ബെറ്റർ ടാസ്ക്. അതാ പറഞ്ഞ ഒരു അടി ഉണ്ടാക്കുന്ന സാധനം നമ്മളെ ഈ ആൾക്കാരുടെ എൻഗേജ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് ആൾക്കാരുടെ മനസ്സിലേക്ക് അടി ഉണ്ടാക്കുമ്പോ അത് ഓവർ കോൺഫിഡൻസ് പ്ലേസ് ചെയ്യണ സ്ഥലം തെറ്റാന്നല്ലോ. പ്ലേസ്മെന്റ് സ്ഥലം കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്ത് പോരായിരുന്നു. അല്ല ഇതൊന്നും ഇവിടെ അല്ല കാണിക്കണേ, ബിഗ് ബോസിന് അകത്ത് പോയി കാണിക്കാം. അപ്പൊ ഈ പുറത്ത് ആൾക്കാർ നോട്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്തെങ്കിലും കാണിക്കണ്ടേ? രഞ്ജിനി പറയുന്നുണ്ട് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ നല്ല രീതിയിലല്ല, നല്ല രീതിയിലൊക്കെ ക്യാരക്ടറാ നോക്കണേ. നല്ല കുട്ടിയായിട്ട് റിയാസ് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാളെ തുളസിക്കതിനും ചൂടിയിട്ട് മുടിയും പിന്നെ ഇങ്ങനെ പോവാ കൂടി പേഴ്സണാലിറ്റി ക്യാരക്ടർ എന്നൊക്കെ പറയും. അതിനുള്ള ടാസ്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഞാൻ ജഡ്ജസിനോട് ചോദിക്കും, നിങ്ങൾക്ക് പേഴ്സണാലിറ്റി മനസ്സിലാവുണ്ടോ ഒരു ടാസ്ക്? നിങ്ങൾ നമ്മൾ എന്തെങ്കിലും അടി ഉണ്ടാക്കണം, അതെങ്കിലും ഒരു രസം ഉണ്ടാവും. പോട്ടെ, അത് വിട്, അത് കാര്യമൊന്നുമില്ല. നമ്മള് വേറെ സീസണിലൊക്കെ ഉണ്ടാവും. അതല്ല ഞാൻ പറയുന്നത് എന്താ വെച്ചെങ്കിൽ ഈ ടാസ്കുകളിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ ഒരാളുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് എന്റെ ചോദ്യം, അല്ലേ? അതിനുള്ള ടൈമൊന്നും ഇല്ല ടാസ്കിനിടയിൽ ഒരാളുടെ പേഴ്സണാലിറ്റി മനസ്സിലാവാനുള്ളതൊന്നും. ടാസ്ക് കുറച്ച് സമയമേ കിട്ടുള്ളൂ, കുറച്ച് സമയമേ ഉള്ളൂ. പിന്നെ അത് എവിടുന്ന അതെങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതാണ് ഞാൻ. ടാസ്ക് ബേസിലുള്ള പേഴ്സണാലിറ്റി മനസ്സിലാവണം. ടാസ്കിനിടയിലുള്ള നമ്മള് കട്ട് വേർഷനല്ലേ കാണുന്നത്, അപ്പൊ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ? എന്തായാലും അതെന്തായാലും ഓടുന്നുണ്ട് ഇപ്പൊ. എന്തായാലും പുറത്തായവരൊക്കെ വന്നിട്ട് ഞങ്ങളെ കാണിച്ചില്ല കട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും വെൽക്കം. അല്ലാതൊന്നും പറയല്ല, പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നൊന്നും. എന്നെക്കാളും കളിക്കാത്തവരൊക്കെ ഇന്നായി, ഞാൻ പുറത്തായി എന്നുള്ള സാധനമൊക്കെ വരുമ്പോഴേ അപ്പോഴാണ് അവരെന്നെ പറയണത് ഫേവറേറ്റീസ് ആണെന്നൊക്കെ പറയും. അതിനിപ്പോ എല്ലാ സീസണും കേൾക്കാം, നമ്മളും പറയാതിരിക്കുന്നൊന്നുമില്ലല്ലോ. നമ്മളും പറയണ്ടല്ലോ, ആരെങ്കിലും കുറ്റം പറയണ്ടേ? അല്ലാത്ത എങ്ങനെ ജീവിക്കാം? ഞാൻ നോക്കുമ്പോൾ മീഡിയ വണ്ണില് 2 താത്തമാര് വന്നിരുന്നിട്ട് ഫുള്ള് ഇന്ന കുറ്റം പറയും. എന്നിട്ട് അവര് പറയുന്നത് ഞാൻ നാട്ടിലെ കുറ്റം പറയും. ലേശം ഉളുപ്പ്. ഞാൻ ഇന്റെ റേഞ്ച് ഒന്ന് ആലോചിച്ചേക്ക. ഒരു സൈഡില് അജിംസ്, ഇപ്പുറത്ത് ദാവൂദ് ഉണ്ടാവില്ല. അജിംസിനെ ഞാൻ കണ്ട്. മെയിൻ ആൾക്കാർ വന്നിരുന്നിട്ട് ഒരു താത്ത ഇരുന്നിട്ട് സീക്രട്ട് ഏജന്റ് വെറും പരദൂഷണം. എന്നിട്ട് ഓള് പറയുന്നത് എന്താ? ഓള് കിതാബിന്റെ മറ്റേ ആയത്തോത് ഓള് വന്നിട്ട് ഇന്ന കുറ്റം പറയും. ആളൊക്കെ എത്ര ഉണ്ട് ഞാൻ ആലോചിക്കുന്നത്. എന്താണെങ്കിലും ഫ്രീ ആയിട്ട് റീച്ച് വരുന്നുണ്ട്. മൗദൂദികള് നമുക്ക് ഇട്ടിട്ട് എന്താണെങ്കിലും തന്ന് അത് നന്നായി. നന്ദിയുണ്ടേ. ഞങ്ങൾ അതാ പറഞ്ഞു, ഞങ്ങള് എല്ലാ ഫേവറേറ്റീസും കാണിച്ച് കുറ്റം പറഞ്ഞല്ലേ, വല്ല ഡയറക്ടർ കുറ്റം പറയും, ബിഗ് ബോസ്. ഞാൻ ആലോചിച്ചെന്താ, ഇവര് ഈ പോഡ്കാസ്റ്റ് മൈക്കും മറ്റേ സോഫയൊക്കെ വെച്ചിട്ട് ഞാൻ സത്യത്തില് മീഡിയ കൊണ്ട് നീ സാധനം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു, ഇന്റെ ഹാഷ്ടാഗ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇതിനെ കുറിച്ച് എന്താ ഇന്റർനാഷണൽ ചർച്ച ചെയ്യണം. നോക്കുമ്പോ ഇതാ ചർച്ച. ഞാൻ പരദൂഷണം പറയുന്നു എന്നും അവര് നാലാളിൽ പരദൂഷണം പറയുന്നു. കൊള്ളണ മക്കളെ. എന്നാലും നിങ്ങളൊരു ഗതികേട് ആലോചിക്കുന്നത്. വേറെ ചർച്ചയ്ക്കൊന്നും ഈ ലോകത്ത് സായി കൃഷ്ണൻ സീക്രട്ട് ഏജന്റ് മാത്രമാണ് പരദൂഷണം പറയുന്ന ആള്. പണ്ട് ഞാൻ അരിയണ്ണനായിരുന്നു, അതായത് എല്ലാരെയും വിറ്റ് അരി മേടിച്ചു. ഇപ്പൊ ഞാൻ അരി ദാതാവ്, മനസ്സിലായോ? ഞാൻ എല്ലാവർക്കും അരി കൊടുക്കുന്നവൻ, അരിയേശ്വരൻ. നിങ്ങളൊക്കെ അരിയേശ്വരൻ. ഞാൻ അരിയണ്ണി. എന്ത് അരിയണ്ണി? ഞാൻ ആർക്കും അരി കൊടുക്കണില്ലേക്ക് ഉണ്ടാക്കാനും പറ്റില്ല. ഞാൻ പരദൂഷണം പറഞ്ഞില്ല. ഇരിപ്പിനങ്ങോട്ട് ചാള വണ്ടി നീ ചളി കേട്ടിട്ട്. മഴയില്ലാത്തോണ്ട് ചളിയില്ല. ചളിയാണെങ്കിൽ തെറിപ്പിച്ചിരണോ? കഴിഞ്ഞു. ഇനി നാളെ വീണ്ടും റിവ്യൂ പറയാൻ വേണ്ടി കാണട്ടെ, കഷ്ടപ്പെട്ടിരുന്ന് കാണട്ടെ. വേറെ ഒരു സത്യം പറഞ്ഞാൽ കഷ്ടപ്പെട്ടിരുന്നുണ്ടാ കാണുന്നത്, അല്ലാതെ 5 പൈസക്ക് നിലവാരമില്ല. അല്ലെങ്കിൽ ഒരു അടി ഉണ്ടാക്കുന്ന സീൻ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുക, അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ വേണ്ടിട്ട്, നമ്മളെ എൻഗേജ്ഡ് ആവാൻ വേണ്ടിട്ട്, ഇൻട്രസ്റ്റിംഗ് തോന്നാൻ വേണ്ടിട്ട്. അറ്റ്ലീസ്റ്റ് ആ തമിഴും തെലുങ്കിലൊക്കെ ഉള്ള പോലെ തന്നെ കണ്ടസ്റ്റന്റ് ഫയർ ആവുമ്പോ ജഡ്ജസും തിരിച്ചെന്ത് ചെയ്യാം, അത് രസമാണത്. ഇത് അടിയാനും ജന്മിയാളും പോലെ മറ്റേ സെറ്റപ്പാണ്. ശരി എന്നാ.